യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസർ മരിച്ചുപോയ ഒരു സ്റ്റോറി ആയിരുന്നു, കഥയായിരുന്നു. നാറ്റം വെച്ച അനുഭവത്തിൽ മരിച്ചുപോയി, മ്ലാനമായ അനുഭവത്തിൽ യേശു വന്നില്ല. എന്നാൽ മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ചവനെ തേടി തമ്പുരാൻ വന്നിട്ട് ദൈവം കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യം, അതിനു മുമ്പ് കൂടെ നടക്കുമ്പോൾ തന്നെ എങ്ങോട്ട് പോകുന്നു ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ തമ്പുരാൻ പറഞ്ഞു, എൻ്റെ സ്നേഹിതൻ ഉറങ്ങിക്കിടക്കുക, എഴുന്നേൽപ്പിക്കാൻ പോവാന്ന്. ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, മരിച്ചവനെ പേര് പറഞ്ഞ് വിളിച്ച ഒരേ ഒരാളേ ഉള്ളൂ, നസറനായ യേശു. ഇന്ന് അനുബ്രദർ ഇവിടെ മരിച്ചു കിടന്നാൽ ആരും അനുബ്രദർ എവിടെ കിടക്കുന്നു എന്ന് ചോദിക്കത്തില്ല. മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡി എവിടെ, എപ്പോഴാ ഡെഡ് ബോഡി കൊണ്ടുവരുന്നത്, എപ്പോഴാ ഡെഡ് ബോഡി എടുക്കുന്നതെന്നാ ചോദിക്കുന്നത്. തമ്പുരാൻ മരിച്ചുപോയവനെ ഉയർപ്പിക്കാൻ പോയപ്പോൾ തമ്പുരാന്റെ ചോദ്യം എന്നാന്നറിയോ, അവനെ വെച്ചത് എവിടെയാന്ന്. ആമേൻ. ബോഡി എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചില്ല. കാരണം ഉയർപ്പിന് ശക്തിയുള്ളവൻ സംസാരത്തിനകത്ത് ജീവൻ വ്യാപരിക്കും. അവന്റെ വിളിക്ക് നീ പ്രതികരിച്ചാൽ നിന്റെ മേൽ നിർജീവമായ അവസ്ഥകൾക്ക് ജീവൻ വ്യാപരിക്കും. ആ ദൈവമായ ഒരു കൂടിക്കാഴ്ചക്ക് നീ തയ്യാറായാൽ ജീവൻ നിന്റെ മേൽ വ്യാപരിക്കട്ടെ.